ഹലോ, ഞാൻ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. അപ്പം 2 പാർട്ട് ഞാൻ തുടങ്ങിയപ്പോൾ ഇത് എങ്ങനെ മലയാളം മീഡിയം വേറെ ഇംഗ്ലീഷ് മീഡിയം വേറെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ അതിന് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, രണ്ടുപേർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും രണ്ടുപേർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിനെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതൊക്കെ പറഞ്ഞതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയോ? ഞാനൊരു ഹോംവർക്ക് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തതിൻ്റെ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ആരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അതിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. 4 പ്രോബ്ലംസ് വരെ നമ്മൾ ചെയ്തതാണ്. 5ാമത്തെ പ്രോബ്ലം. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ പിക്ചർ ബിലോ ദ ലൈൻസ് പാരലൽ ടു ഈച്ച് സൈഡ് ഓഫ് ദ ബ്ലൂ triangle through the opposite vertex are drawn to make a big triangle. How many triangles in the picture have the same area as that of blue triangle? പിന്നെ അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. How many of them have the same measure of the blue triangle? എന്താ ചോദിച്ചിരിക്കുന്നത്? ചിത്രത്തിൽ നീല ത്രികോണത്തിലെ ഓരോ വശത്തിനും എതിർമൂല വരച്ചാണ് വലിയ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ നീല നിറത്തിന്റെ അതേ പരപ്പളവുള്ള എത്ര ത്രികോണങ്ങളുണ്ട്? അവയിൽ എല്ലാ അളവുകളും നീല ത്രികോണത്തിൻ്റെതായ എത്ര കോണുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എനിക്കിപ്പോൾ ഇവിടെ 2 കളർ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റില്ല. എന്നാലും നീല ത്രികോണവും പിന്നെ എന്താ തന്നിരിക്കുന്നത്? മഞ്ഞ ത്രികോണമാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ചോദ്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന് ഉള്ളിലുള്ള നീല ത്രികോണം, അതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. ABC, അങ്ങനെ ഒരു പേര് കൊടുക്കുകയാണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? അതിൻ്റെ ഓരോ മൂലയിൽ നിന്നും എതിർമൂലയിലേക്ക്, ഓരോ വശത്ത് നിന്നും എതിർമൂലയിലേക്ക് വരച്ചിരിക്കുന്നതാണ് വലിയ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ ത്രികോണം വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് ഒരു രേഖ വരച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ എതിർവശത്തേക്ക്, അതേപോലെ ഇവിടെ നിന്ന് എതിർവശത്തേക്ക്, അങ്ങനെയാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? വലിയ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ചിത്രത്തിലെ നീല നിറത്തിന്റെ അതേ പരപ്പളവുള്ള എത്ര വലിയ ത്രികോണങ്ങളുണ്ട്? ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ഹാവ് ദ സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ബ്ലൂ ട്രയാങ്കിൾ? അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാൽ അറിയാലോ ഏതാണ് ബ്ലൂ ട്രയാങ്കിൾ, ഏതാണ് യെല്ലോ ട്രയാങ്കിൾ. അപ്പം ഞാൻ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കുകയാണ്. ABC എന്നുള്ളത് ചെറിയ ട്രയാങ്കിളിനും PQR എന്ന് വലിയ ട്രയാങ്കിളിനും ഞാൻ പേര് കൊടുക്കുകയാണ്. PQR. അപ്പം ഇനി നിങ്ങൾ പറയണം, നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചിരിക്കുന്നത്? ഒരേ പാദവും അതിന് സമാന്തര ഒരേ പരപ്പളവുള്ള ത്രികോണത്തിൻ്റെ എല്ലാം 3ാം മൂലം എന്തായിരിക്കും? പാദത്തിന് സമാന്തരമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ABക്ക് സമാന്തരമായിട്ടാണ് PQ എന്നുള്ള രേഖ ആണല്ലോ. പിന്നെ എന്താണ്? ഹൈറ്റ്, ABയുടെ ഹൈറ്റ് തന്നെയാണല്ലോ, അതേ ഹൈറ്റ് തന്നെയായിരിക്കുമല്ലോ ഇവിടെയൊക്കെ. അപ്പൊ നമ്മളോട് പരപ്പളവ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പരപ്പളവ് തുല്യമാണോ എന്നല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും അതേ പരപ്പളവിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം. ABC എന്ന് പറയുന്ന ത്രികോണം, ആ ABCയിൽ AB ആണല്ലോ ബേസ്. ആ ബേസും C എന്ന് പറയുന്നതാണ് 3ാം മൂലം. 3ാം മൂലക്ക് സമാന്തരമായിട്ടാണ് ഈ PQ എന്ന് പറയുന്ന രേഖ. അപ്പൊ P എന്ന് പറയുന്നതും ഒരേ ഹൈറ്റിലാണ്, Q എന്ന് പറയുന്നതും ഒരേ ഹൈറ്റിലാണ്. അപ്പം ഇതേ ബേസ് ഉള്ള എത്ര ത്രികോണങ്ങളുണ്ട് നോക്കിക്കോ. ABP ത്രികോണം, ABP എന്ന് പറയുന്ന ത്രികോണം, ABP ഈ ത്രികോണം എന്താണ്? ബേസ് സെയിം ആണ്, ഹൈറ്റും സിക്ക് സമാന്തരമല്ല, അപ്പം ഹൈറ്റും സെയിം ആണ്. അപ്പൊ ത്രികോണം എന്താണ്? ABP ഏതിന് തുല്യമാണ്? AB ബേസ് ആയിട്ട് എടുക്കുമ്പോൾ AB കൺസിഡർ AB ആസ് ബേസ്, അല്ലെങ്കിൽ AB എന്ന് പറയുന്ന വശത്തെ നമ്മൾ ബേസ് പാദമായിട്ട് കരുതുകയാണെങ്കിൽ ത്രികോണം
എ ബി പി, ത്രികോണം എ ബി പി. പിന്നെ ഏതാണ് ത്രികോണം? ത്രികോണം എ ക്യു ബി അല്ലെങ്കിൽ എ ബി ക്യു. ഏത് ത്രികോണത്തിന് തുല്യമാണ്? ഏതേ പരപ്പളവാണ്? ത്രികോണം എ ബി സിക്ക് തുല്യമാണ്. അതേ പരപ്പളവുള്ള ത്രികോണമാണ് ത്രികോണം എ ബി സി അല്ലെ. ത്രികോണം എ ബി സിയുടെ പാത ഏതാണ്? എ ബി ആണ്. മൂന്നാം മൂല സി ആണ്. അപ്പൊ കിട്ടിയല്ലോ. ത്രികോണം എ ബി സിക്ക് തുല്യമായിട്ടുള്ളതാണ് ത്രികോണം എ ബി പിയും ത്രികോണം എ ബി ക്യൂ. പിന്നെ അടുത്തത് ഏതാണ് വശം നമ്മൾ എടുക്കുന്നത്? ബി സി എന്നുള്ള വശം എടുക്കുകയാണെങ്കിൽ, ബി സി എന്നുള്ള വശം എടുക്കുകയാണെങ്കിലോ, ബി സി ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ത്രികോണങ്ങള് ഒരേ പരപ്പളവുള്ളതുണ്ടാവും? ഒന്ന് ഏതാണ്? ബി സി അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ അതേ പരപ്പളവുള്ളത് ഏതൊക്കെ ഉണ്ടാവും? ബി സി. നോക്ക്, ബി സി പാദമായിട്ട് വരുന്ന വേറെ ഏതൊക്കെ കോണുണ്ട്? ബി സി ക്യൂ ഉണ്ടോ? അപ്പൊ നോക്കാം, ബിയും സിയും ത്രികോണമായിട്ട് വരുന്നത് ഇതാ ബി ആർ സി. ബി ആർ സി കാണുന്നുണ്ടോ? ത്രികോണം ബി സി എസ് ബേസ് ആയിരിക്കുമ്പോൾ ത്രികോണം ബി ആർ സി. പിന്നെ ഏതാണുള്ളത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചിത്രം നോക്കിയിട്ട് കണ്ടുപിടിക്കണം. പറഞ്ഞോ. ബി എ സി എ ബി സിക്ക് തുല്യമാണ്. പിന്നെ ഏതാണുള്ളത്? ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് വേറെ ത്രികോണം പോകുന്നത്? എന്താ? ബി പി സി. ത്രികോണം ബി പി സി അല്ലേ. ബി സി ആണ് ബേസ്, പിയിലേക്ക് പോകുന്നുണ്ട്. അതേത് ഹൈറ്റിലാണ്? എ എന്ന് പറയുന്നതിന് സമാന്തരമാണ് ബി പി സി. അപ്പോൾ ഏതിന് ഈക്വലാണ്? ത്രികോണം എ ബി സിക്ക്, ചെറിയ നീല ത്രികോണത്തിന് തുല്യമാണ്. ത്രികോണം എ ബി സിക്ക് തുല്യമാണ്. പരപ്പളവാണ് തുല്യം. അത് എഴുതണം. ഇങ്ങനെ ഈക്വൽ ടു എന്ന് എഴുതിയാൽ പോരാ. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി പി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ക്യു ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അല്ലെങ്കിൽ എ ബി ബേസ് ആയിട്ട് എടുക്കുമ്പോൾ എ ബി പി ത്രികോണം എ ബി പിയുടെ പരപ്പളവും ത്രികോണം എ ബി ക്യൂയുടെ പരപ്പളവും ത്രികോണം എ ബി സിയുടെ പരപ്പളവും തുല്യമാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. എല്ലാത്തിൻ്റെയും ബേസ് എ ബി ആണ്. അതേപോലെ ത്രികോണം ബി സി ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ത്രികോണം ബി ആർ സി, ത്രികോണം ബി പി സി, ത്രികോണം എ ബി സി ഇതിൻ്റെയൊക്കെ പരപ്പളവ് തുല്യമാണ്. ട്രയാങ്കിൾ ബി ആർ സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ആർ സി ഈക്വൽ ടു ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഏരിയ ഓഫ്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏരിയ ഓഫ് അങ്ങനെ തന്നെ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി പി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ക്യു ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇനി ഏത് വശവും നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. ഇനി എ ബി സിയിൽ എ ബി നമ്മൾ എടുത്തു, ബി സി എടുത്തു. ഇനി എ സി എന്ന് പറയുന്ന ഒരു ബേസ് ഇല്ലേ? എ സി എസ് ബേസ്. എ സി എന്ന വശം പാദമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഏതൊക്കെ ത്രികോണങ്ങൾ വരും? എ സി. എ സിയുടെ മൂന്നാം മൂല എന്ന് പറയുന്നത് ബിയിലൂടെ പോകുന്നതാണ്. അപ്പം എ സി ക്യു അല്ലെങ്കിൽ എ സി ക്യു എന്ന് പറയുന്ന ഒരു ത്രികോണം. ഏരിയ ഓഫ് എ സി ക്യു പരപ്പളവ് എ സി ക്യു ഏതിനൊക്കെ തുല്യമാണ്? എ ബി സിക്ക് തുല്യമാണ്. പിന്നെ ഏതാണുള്ളത്? ഏരിയ ഓഫ് എ ആർ സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എടുക്കാൻ ഇവിടെ പറയുന്നത് എ ആർ സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. മനസ്സിലായല്ലോ. എ സി ക്യൂയുടെ പരപ്പളവും എ ആർ സിയുടെ പരപ്പളവും ഏരിയ എ ബി സിയുടെ പരപ്പളവും തുല്യമാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം കിട്ടിയല്ലോ. നീല ത്രികോണത്തിന്റെ അതേ പരപ്പളവുള്ള എത്ര ത്രികോണങ്ങളുണ്ട്? മനസ്സിലായല്ലോ. നീല ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? ഹാഫ് ബി എച്ച് അല്ലെങ്കിൽ ബി സിയിലേക്കുള്ള ഉയരവും ആ പാദത്തിന്റെ ഗുണനമാണ്. അതേ ത്രികോണത്തിന്റെ അതേ പരപ്പളവ് തന്നെയായിരിക്കും എ ബി പിക്ക്, എ ബി ക്യൂന്, ബി ആർ സി, ബി പി സി, എ സി ക്യു, എ ആർ സി. എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? എല്ലാ അളവുകളും നീല ത്രികോണത്തിൻ്റെതായ എത്ര കോണുകളുണ്ട്? എല്ലാ അളവുകളും നീല ത്രികോണത്തിൻ്റെതായ എത്ര കോണുകളുണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. പരപ്പളവല്ല ചോദിച്ചിരിക്കുന്നത്. എല്ലാ അളവുകളും നീല ത്രികോണത്തിൻ്റെതായ എത്ര കോണുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹൗ മെനി ഓഫ് ദം ഹാവ് ദ സെയിം മെഷർ ഓഫ് ദാറ്റ് ഓഫ് ബ്ലൂ ട്രയാങ്കിൾ.
കണ്ടുപിടിക്കും? അപ്പം ഞാനിപ്പം ഈ ഒരു പോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എന്താണ്, ഓരോ വശത്തിനും എതിർമൂല വരച്ചാണ്, ഓരോ വശത്തിന്റെ മൂല വരച്ചിട്ടാണ് വലിയ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മൾ തന്നിരിക്കുന്നത്, ഇങ്ങനെ ചിത്രത്തിൽ ഇങ്ങനെ ഒരു വര തന്നിട്ടുണ്ട്, ഓരോ കോണിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണ്. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു ചതുർഭുജം എടുക്കുകയാണ്. ഏത് ചതുർഭുജം എടുക്കും? ഇതിപ്പം എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. നമുക്കിനി എല്ലാത്തിൻ്റെ ഇതിൻ്റെയൊക്കെ വശങ്ങൾ തുല്യമായിട്ടുള്ളത് ഏതൊക്കെ ആയിരിക്കണം എന്നാണ് അറിയേണ്ടത്. ഇനി നമ്മളോട് വശങ്ങൾ തുല്യമായിട്ടുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഈ ത്രികോണത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ABCD എന്ന് പറയുന്നത് ഒരു എടുക്കുകയാണ്. ABCB ഇതൊരു സമാന്തരികമാണല്ലോ, അല്ല ഒരു ചതുർഭുജാണല്ലോ. അങ്ങനെ ഒരു ചതുർഭുജം എടുക്കുകയാണ്. ABPC, എയും ബിയും പിന്നെ പിയും സിയും. APCB എന്ന് പറയുന്ന ചതുർഭുജം എടുക്കുകയാണ്, അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററൽ APCB. ഓക്കെ ആണല്ലോ. കൺസിഡേർഡ് ക്വാഡ്രിലേറ്ററൽ APCB അല്ലെങ്കിൽ ചതുർഭുജം APCB എടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ, ഈ സിയിൽ നിന്ന് എയിലേക്കുള്ള ഒരു വര. ഇത് മാത്രം ഞാൻ ഈ ഒരു പോർഷൻ മാത്രം മാറ്റി വരച്ചതാണ് ഇങ്ങോട്ടേക്ക്. AC എന്ന് പറയുന്ന ഒരു വര എടുത്തു. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ABC എന്നുള്ള നീലത്രികോണം ഉണ്ടല്ലോ, നീലത്രികോണം അവിടെയുണ്ട്, അതിൻ്റെ കൂടെ ഒരു ത്രികോണം കൂടെ കൂടുതലുള്ളതാണ് APC എന്ന് പറയുന്ന ത്രികോണം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഓരോന്നിനും സമാന്തരമായിട്ടാണ് മൂന്നാം മൂല വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാദത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ ഓരോ വശത്തിന് സമാന്തരമായിട്ടാണ് വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നോക്കിക്കോ, ABക്ക് പാരലാണ് PC ആണല്ലോ, അതേപോലെ BCക്ക് പാരലാണ് AP. പിന്നെ എന്താണ്, അപ്പം നോക്കിയോ, പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ 4 സൈഡുകളും രണ്ട് വശങ്ങൾ സമാന്തരമാണെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയുക, ഈ ചതുർഭുജത്തിൽ പറയുന്നത് സമാന്തരികം എന്നാണ്, അല്ലെങ്കിൽ പാരലോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്, എതിർവശങ്ങൾ പാരലാണ്, തുല്യവുമായിരിക്കും. അപ്പം AB = PC ആയിരിക്കും. ആണല്ലോ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. എപ്പോഴും നമുക്ക് പ്രോബ്ലംസ് തരുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും ക്ലൂസ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ സൂചന തന്നിട്ടുണ്ടാവും. സമാന്തരികമാണ്, അല്ലെങ്കിൽ എതിർകോണുകൾ പൂരകങ്ങളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ക്ലൂസ് തന്നിട്ടുണ്ടാവും. അപ്പം ഇത് നമുക്ക് പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ABക്ക് പാരലാണ് PC, അതേപോലെ BCക്ക് പാരലാണ് അപ്പം AP. ABയും APയും പാരലൽ ടു BC ആയതുകൊണ്ട് തന്നെ എന്താണ്, സോറി, ഇവിടെ AB പാരലൽ ടു BC, AB പാരലൽ ടു BC ആയതുകൊണ്ട് തന്നെ പാരലോഗ്രാം ആയതുകൊണ്ട് ABC = PC ആണ്. അതേപോലെ APCB is a parallelogram and ABC = PC, അതേപോലെ AP = BC. പിന്നെ എന്താണ്, ഇത് 2 ത്രികോണങ്ങളല്ലേ. അപ്പോൾ ഈ 2 ത്രികോണത്തിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം AC എന്ന് പറയുന്നത് തന്നെയാണ് രണ്ടിനുള്ള ഒരു കോമൺ സൈഡാണ്, അല്ലെങ്കിൽ ഈ ത്രികോണത്തിലുണ്ട് ഈ ത്രികോണത്തിലുണ്ട്. അപ്പം എന്താണ്, AC = AC. അപ്പോൾ 2 ത്രികോണങ്ങൾ നോക്കാം. APC എന്ന് പറയുന്ന ത്രികോണവും ABC എന്ന് പറയുന്ന ത്രികോണത്തിലും വശങ്ങൾ തുല്യമാണ്. ABCക്ക് തുല്യമായിട്ടാണ് AP ഇരിക്കുന്നത്, അതേപോലെ ABക്ക് തുല്യമായിട്ടാണ് PC ഇരിക്കുന്നത്. AC എന്ന് പറയുന്നത് രണ്ടിനും തുല്യമാണ്. അപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് തുല്യ ത്രികോണം എന്ന് പറഞ്ഞാൽ. 3 വശങ്ങളും, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ അതൊരു തുല്യ ത്രികോണമാണ്. വാട്ട് ഈസ് ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ്? 3 sides of a triangle equal to another 3 sides of a triangle, then the triangle is said to be equal triangle. അപ്പം ഇത് രണ്ടും ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ ABCയും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ്, അതിന്റെ പരപ്പളവും ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കില്ലേ. അപ്പം നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച ട്രയാങ്കിൾസ്, അതായത് ട്രയാങ്കിൾ ABP, ട്രയാങ്കിൾ ABQ, ട്രയാങ്കിൾ BRC, ട്രയാങ്കിൾ BPC, ഇതൊക്കെ ഏരിയ തുല്യമായതുകൊണ്ട് തന്നെ വശങ്ങളൊക്കെ തുല്യമായിരിക്കും. അതേപോലെ തന്നെയാണ് ട്രയാങ്കിൾ
APC. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏത് ട്രയാങ്കിൾ ആണ്? ഈ പൊസിഷനിലിരിക്കുന്ന ഈ മൂലക്കുള്ള ട്രയാങ്കിൾ ആണ് APC. ഇതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ത്രികോണം ഉണ്ട്. എന്താണ്? ചതുർഭുജം എടുക്കുക. ഏതാണ് അടുത്ത കൺസിഡർ ചെയ്യുന്ന ചതുർഭുജം? ACQB. ACQB ഇങ്ങനെ ഒരു ചതുർഭുജം എടുത്തിട്ട് ഇതേപോലെ AQയിലേക്കുള്ള വര ACQB നിങ്ങൾ ചെയ്ത് നോക്കൂ. ഒന്നും കൂടെ ഞാൻ ചെയ്തു തരാം. ബാക്കിയുള്ളത് 3 പോർഷൻ ഉണ്ട്. 3 ത്രികോണങ്ങളും കൂടിയാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ത്രികോണങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി ഈ 3 ത്രികോണങ്ങൾ, ഈ മൂലക്കിലുള്ളത്, ഈ സൈഡിലുള്ളത്, ഈ കോർണറിലുള്ളത്, അത് 3ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അടുത്ത് തിരിക്കുന്നത് AP, കൺസിഡർ ക്വാഡ്രിലാറ്ററൽ APCB. സോറി, APCB നമ്മൾ ചെയ്തതാണ്. ഇതൊക്കെ എഴുതിയെടുത്തല്ലോ. വായിക്കുകയാണ്. അടുത്തത് ഞാൻ വരയ്ക്കുന്നത് ACQB. AQയിലേക്ക് ഒരു കോർണർ ഉണ്ട്. എന്താണ്? ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? സെയിം നേരത്തെ പറഞ്ഞ അതേ കേസാണ്. ABക്ക് പാരലാണ് CQ. ഇതൊരു പാരലോഗ്രാം ആണ്. എന്തുകൊണ്ട്? ABക്ക് പാരലാണ് CQ. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്ന ക്ലൂ ആണ്. BQന് പാരലാണ് AC. BQ എന്ന് പറയുന്നത് ഏതാണ്? ഈ സൈഡ്. ഈ സൈഡ് ഏതിനാണ് പാരലൽ? AC. ത്രികോണത്തിന്റെ ACക്ക് പാരലൽ അല്ലേ? മൂന്നാമത്തെ മൂലയ്ക്ക് സമാന്തരമായിട്ടാണ് രേഖ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ ടു അതർ സൈഡ്, തേർഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ACക്ക് പാരലാണ് BQ. അപ്പം കൺസിഡർ എന്താണ്? ക്വാഡ്രിലാറ്ററൽ ACQB. AB പാരലൽ ടു CQ. അതേപോലെ AC പാരലൽ ടു BQ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്ലൂ ആണ്. അതുകൊണ്ട് തന്നെ therefore രണ്ട് സൈഡുകൾ പാരലൽ ആയതുകൊണ്ട് ഇതൊരു പാരലോഗ്രാം ആണ്. ഇറ്റ്സ് എ പാരലോഗ്രാം. ആൻഡ് എന്താണ്? AB ഈക്വൽ ടു CQ, AC ഈക്വൽ ടു BQ ആണ്. ഇനി നമ്മൾ കൺസിഡർ രണ്ട് ട്രയാങ്കിൾസ്. ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ ACQവും ട്രയാങ്കിൾ ABQ. അങ്ങനെ ഒരു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇതിൽ AB is equal to CQ, രണ്ടിനും ഈക്വൽ വശങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. AB is equal to ഈ ട്രയാങ്കിളിലെ ABയും ഈ ട്രയാങ്കിളിലെ CQയും തുല്യമാണ്. അതേപോലെ ഈ ട്രയാങ്കിളിലെ ACയും ഈ ട്രയാങ്കിളിലെ BQയും തുല്യമാണ്. പിന്നെ AQ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. AQ ഈക്വൽ ടു AQ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ there are equal triangles. ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുതുന്ന ട്രയാങ്കിൾസ് നിങ്ങൾ ട്രയാങ്കിൾസ് തന്നെ എഴുതണം. അതേപോലെ ഇവിടെയൊക്കെ പാരലോഗ്രാം ആണോ എന്തെന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ എഴുതിയെടുക്കണം. എനിക്കിങ്ങനെ കംപ്ലീറ്റ് നോട്ട് എഴുതാന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പം നമുക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടി. വശങ്ങളൊക്കെ തുല്യമായിട്ടുള്ള ABCയുടെ ഓരോ വശങ്ങൾക്കും തുല്യമായിട്ടുള്ള വശങ്ങളുള്ള അടുത്ത ട്രയാങ്കിൾ കിട്ടി. ഏതാണ്? ACQ. അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുക. ഓരോ ട്രയാങ്കിളിൻ്റെയും ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ സെക്ഷനിലുള്ളത്. അതും കൂടി എടുത്തിട്ട് ഇന്നത്തെ പോർഷൻ ഫിനിഷ് ചെയ്യാണ്. അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിലെ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണെന്ന് തെളിയിക്കുക. Prove that area of two triangles are same എന്നാണ് ഇതിന്റെ ഫിഗർ. അപ്പം 5th ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് രണ്ട് ത്രികോണം തന്നിരിക്കുന്നത്? ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്നതിൽ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററുമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ഡിഗ്രിയാണ് ആംഗിൾ തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ട്രയാങ്കിൾ തന്നിരിക്കുന്നത് ഏതാണ്? സെക്കൻഡ് ട്രയാങ്കിൾ 130 ഡിഗ്രിയാണ്. 130 ഡിഗ്രി ആയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും തുറന്നിരിക്കുകയായിരിക്കണം. അതിനേക്കാളും കൂടുതലല്ലേ? ഇതാണ് അടുത്ത ട്രയാങ്കിൾ തന്നിരിക്കുന്നത്. ഇതിൽ
ഇതും 4 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ഏരിയ ഓഫ് 2 ട്രയാങ്കിൾസ് ആർ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ട്രയാങ്കിൾസിന്റെയും 2 ത്രികോണങ്ങളുടെയും ഏരിയ തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ഏരിയ തുല്യമാണെന്ന് എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക? പാദം അല്ലെങ്കിൽ ബേസ് സെയിം ആയിരിക്കണം, അതിന്റെ 3-ാം മൂല സമാന്തരമായിരിക്കണം, എന്തിന്? പാദത്തിന് സമാന്തരമായിട്ടായിരിക്കണം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് ആ രേഖയിൽ വരുന്ന ഏത് കോണുകളും ഏത് ത്രികോണവും പരപ്പളവ് തുല്യമായിരിക്കും അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന്, ഇപ്പം ഞാൻ ട്രയാങ്കിൾ ABC എന്ന് പേര് കൊടുത്തു, ഇതിനൊരു PQR എന്നുള്ള ട്രയാങ്കിൾ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ABCയെയും ട്രയാങ്കിൾ PQRനെയും കൂടി ഒന്ന് യോജിപ്പിക്കുകയാണ്. അത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ABക്ക് എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ചിത്രം തന്നെ 3 സെന്റിമീറ്റർ ആയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ത്രികോണത്തിനെ ഒന്ന് മറിച്ചിടാണ്. ത്രികോണത്തിനെ മറിച്ചിടാൻ തന്നെ ഈ 4 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. അത് ഇവിടെ 4 സെന്റിമീറ്റർ തന്നെയാണല്ലോ, ഇതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. ഇനി എന്താണ്? ആ 4 സെന്റിമീറ്ററിന്റെ ഈ ഒരറ്റത്ത് നിന്ന് 130 ഡിഗ്രി. അപ്പം ഞാൻ ഈ അറ്റത്ത് നിന്ന് 130, ഇവിടുന്ന് മുതൽ 0 മുതൽ 130 ഡിഗ്രിയിലേക്ക് വരയ്ക്കണം. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതൊക്കെ കോമ്പസ് ഒക്കെ എടുത്തിട്ടും പ്രൊട്രാക്ടർ ഒക്കെ എടുത്തിട്ട് വരയ്ക്കൊക്കെ വേണം. ബേസ് വരയ്ക്കുക, 50 ഡിഗ്രി എടുക്കുക, അതിൽ 3 സെന്റിമീറ്റർ മാർക്ക് ത്രികോണം വരയ്ക്കുക. അങ്ങനെ കുറച്ച് നീറ്റായിട്ട് വരച്ച് പഠിക്കാം. അപ്പം ഇത് 130 ഡിഗ്രിയാണ്. പിന്നെന്താണുള്ളത്? ഇവിടത്തേക്ക് ഇത് 4 അല്ലേ, 4 സെന്റിമീറ്റർ ബേസായി, സെയിം 130 ഡിഗ്രി ആയി. ഇതാണ് R എന്ന് പറയുന്ന പൊസിഷൻ, ഇത് C, ഇത് AB തന്നെയാണ്. ABയും PQം തുല്യമാണല്ലോ. AB ആയിരിക്കാം, അല്ലെങ്കിൽ PQ എന്ന് എടുക്കാം. ഇങ്ങനെ എടുക്കാം. ഇനി നമ്മൾ എന്താ തെളിയുന്നത്? അപ്പോൾ 2 ത്രികോണത്തിന്റെ ബേസ് തുല്യമായെന്ന് തെളിഞ്ഞു. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇതിന്റെ 3-ാം മൂല സമാന്തരമാണെന്ന് തെളിയിക്കണം. പിന്നെ നമുക്കിവിടെ ചിത്രത്തിലെ അല്ലെങ്കിൽ ഫിഗർ തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് ഇത് 50 ഡിഗ്രിയാണ്, ഇത് 130 ഡിഗ്രിയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഈ 2 സൈഡുകളും 3 സെന്റിമീറ്റർ ആണ്. ഓപ്പോസിറ്റ് ACയും BRും 2 ഓപ്പോസിറ്റ് സൈഡുകൾ അത് തുല്യമാണെന്ന് കണ്ടിട്ടുണ്ട് ആണല്ലോ. അത് നമുക്ക് ചിത്രത്തിൽ മനസ്സിലാവുന്നുണ്ട്. AC = BR ആണ്, രണ്ടും 3 സെന്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഈ കോൺ അല്ലെങ്കിൽ CAB എന്ന് പറയുന്ന കോണും RBA എന്ന് പറയുന്ന കോണും കൂടെ കൂട്ടിയാൽ കോൺ CAB പ്ലസ് കോൺ RBA എത്ര വരും? CAB എത്രയാണ്? 50 ഡിഗ്രിയാണ്, 130 ഡിഗ്രിയാണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രി വരും. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവേണ്ടത്? ഇത് രണ്ടും എന്താണ്? അഡ്ജസന്റ് ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ പൂരക കോണുകളാണ്. പൂരക കോണുകൾ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രിയാണ്. അപ്പൊ ഇതൊരു സാധാ ചതുർഭുജാണോ? അല്ല, ഇതൊരു സാമാന്തരികമാണ്. സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈഡുകളും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ അഡ്ജസന്റ് സൈഡുകൾ കൂട്ടിയാൽ, അഡ്ജസന്റ് കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ കൂട്ടിയത് 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. 2 ഓപ്പോസിറ്റ് സൈഡ് 3 സെന്റിമീറ്റർ ആണെന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? AB = CR ആയിരിക്കും. AB = CR ആണ്. അപ്പൊ ഇനി നമുക്ക് പരപ്പളവ് തുല്യമാണെന്ന് പറയാമല്ലോ. എന്താണ്? ഇതേ ഹൈറ്റ് തന്നെയായിരിക്കും ABയിലേക്കുള്ള അതേ ഹൈറ്റ് തന്നെയായിരിക്കും CRയിലേക്കുള്ളത് ഹൈറ്റും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിൻ്റെയും പരപ്പളവ് ഏരിയ തുല്യമാണ്. ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബാക്കിയുള്ള പോർഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.